ഈ വലിയ വണ്ടികൾ ഓടിക്കാൻ ചെറിയ വണ്ടികൾ പോലെ തോന്നുന്ന കാരണം അറിയോ? അതിന് ഈ കൺട്രോൾസിൻ്റെ ലൈറ്റ്നസ് ആണ്. ഒന്ന് ക്ലച്ച്, പിന്നെ ഈ സ്റ്റിയറിങ്, പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖം. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം വലിയ വണ്ടിയാണ്, നമ്മൾ നീളം നോക്കിയിട്ട് വേണം ഇത് തിരിക്കാനും വളയ്ക്കാനൊക്കെ, അല്ലെങ്കിൽ പണി കിട്ടും പറഞ്ഞാൽ അപ്പുറത്തെ വണ്ടി ചാരി കൊണ്ട് വരും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമസ്കാരം. ഈ വർഷം 2026 തുടങ്ങിയത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ ഹാപ്പിലി പറയാറുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ വീഡിയോ ഡ്രൈവിങ്ങിൻ്റെ ലെസൺസ് ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഏത് വേണമെന്ന് വെച്ചപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളൊക്കെ നമ്മൾ ഒരു ഇത്തിരി ഫോക്കസ് മാറിയിട്ട് നമ്മൾ പുതിയ വണ്ടികളുടെ ലോഞ്ചുകളും പുതിയ വണ്ടികളുടെ ഡ്രൈവ് മാത്രമെന്ന നിലയ്ക്ക് ഒരു ഇത്തിരി റാറ്റ് റേസിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഓടിക്കാനുള്ളതാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പുതിയതാവാം, പഴയതാവാം, എന്ത് വേണമെങ്കിൽ ആവാം. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഹെവി ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബസ്സുകളിൽ ലോറികളൊക്കെ ഓടിക്കാറുണ്ടെങ്കിലും കാര്യമായിട്ട് ഷൂട്ടൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പുതിയ കാറുകളുടെ റിവ്യൂ ഉണ്ടാവില്ലെന്നല്ല, അത് ഒരു സൈഡ് കൂടെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഓടിക്കാൻ ആഗ്രഹമുള്ളൊരു വണ്ടിയായിരുന്നു ടെമ്പോ ട്രാവലറിൻ്റെ 25 സീറ്റർ 6 വീല്. ഓക്കെ, ആ ഒരു വണ്ടി കഴിഞ്ഞ വർഷം ഓടിക്കാൻ വിചാരിച്ച് ഓടിക്കാത്ത വണ്ടിയാണ്. എന്നാൽ ഈ വർഷം പിന്നെ അത് ഓടിച്ചിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ട്, 19 സീറ്റർ 25 സീറ്ററിൻ്റെ ഒരു ചെറിയ വേർഷൻ, അത് ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാനിവിടെ ആ 19 സീറ്ററും കൊണ്ട് വന്നിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് 19 സീറ്റർ ഓടിക്കാം. ആദ്യം ഞാൻ ചെറുതായിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതായത് മുമ്പിൽ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പിന്നിൽ ഇങ്ങനെയാണെന്നോ നടന്ന് കാണിക്കില്ല. വണ്ടിയുടെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. ശരിക്കും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. 6 വീലിൻ്റെ ട്രാവലർ എങ്ങനെയാണ് കാറ് പോലെ ഓടിക്കാൻ പറ്റുമെന്ന് നോക്കാം. വരും. ഇത് നോക്കിയേ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാവലർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 25 സീറ്ററാണ്. അതിൻ്റെ പ്രപ്പോർഷനൊക്കെ വീതിയാണെങ്കിലും നീളമാണെങ്കിലും ഫ്രണ്ടിലെ ഒരു ലുക്കാണെങ്കിലും എല്ലാം കുറച്ചുകൂടി ഭംഗിയാണ് ചെറിയ ട്രാവലറിനേക്കാളും. അത് പ്രത്യേകിച്ച് ഈ സൈഡ് പ്രൊഫൈലിൽ ശരിക്കും കാണാൻ പറ്റും. കണ്ടോ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് 6 വീലാണ് എന്ന് പറയുമ്പോൾ എവിടെ 2 വീല്? മുമ്പിലാണ് 2 വീല്, ബാക്കി 4 വീല് പിന്നിലാണ്. ഓക്കെ, 4 വീൽ എന്ന് പറയുമ്പോൾ ബസ്സും ലോറിയൊക്കെ പോലെ 4 വീലാണ്. കണ്ടോ, ഇത് 19 സീറ്റർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 25 സീറ്റർ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് WB4020 4020 വീൽ ബേസ് വണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിന് പറയാം. കണ്ടോ, മുകളിൽ AC യൂണിറ്റ് കാണാം. ഓക്കെ, ഇതിനകത്ത് AC ഉണ്ട്. AC ഉള്ള മോഡൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഏറെക്കുറെ 23,40,000 രൂപയോളം വില വരുന്നുണ്ട്. ഈ ട്രാവലറിൻ്റെ മുൻവശമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വണ്ടി ഒരുപാട് കാതങ്ങൾ മാറിയിരിക്കുന്നു. ലൈറ്റ് ആണെങ്കിലും ഫോഗ്ലാമാണെങ്കിലും ഒക്കെ. ഓക്കെ, ഗ്രില്ലൊക്കെ മെഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകത പറയുന്നത് വൈപ്പറിനകത്ത് കൂടെ പോകുന്ന ആ ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലൊക്കെയാണ്, അല്ലെങ്കിൽ വൈപ്പറിനകത്താണത്. മുകളിൽ 2 ചെറിയ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ട് AC യൂണിറ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിനകത്തും ഗൂർക്കയ്ക്കകത്തൊക്കെ സെയിം എഞ്ചിനാണ്. ഇത് 2.6 ലിറ്ററാണ്. ഇത് ആണ് ആ എഞ്ചിൻ എന്ന് പറയുന്നത്. 114 HP ഉള്ള ഒരു എഞ്ചിനാണിത്. ഇത് നമ്മൾ എല്ലാ വണ്ടിക്കും അത് കണ്ടിട്ട് ഇത് പ്രത്യേകിച്ച് റിലയബിൾ ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം നല്ല ഒരു എഞ്ചിനാണ്. നമുക്കറിയാം അതിനെക്കുറിച്ച്. ഗൂർക്ക മുതൽ അങ്ങോട്ട് നമ്മളെല്ലാ വണ്ടിയും കണ്ട് ട്രാവലറിലൊക്കെ കാണുന്ന എഞ്ചിൻ തന്നെയാണ്. കുറച്ച് സ്പെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കയറാനായിട്ടേ ഡോറ് പാസഞ്ചർ ഡോർ കൂടെ കയറണം, അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്ട്രാ ഡോറില്ല. എക്സ്ട്രാ ഡോർ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സ്കൂൾ ബസ്സിനൊക്കെ പോലെ എക്സ്ട്രാ ഡോർ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആ ഒരു 2 വലിയ ഡോറുകൾ കാണാം. ഈ ഡോറുകളുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ തുറക്കുമ്പോൾ കാണാൻ പറ്റുക 25 സീറ്റിൻ്റെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റുക. ഇത് ലോക്ക് ചെയ്ത് കാണാൻ തുറക്കാം. അതിനകത്ത് ആ ഒരു വലിയ സീറ്റ് ഉണ്ടാവില്ല, പകരം ലഗേജ് സ്പേസ് ആണെന്നുള്ള ലൈറ്റുകളൊക്കെ കണ്ടോ. ക്ലിയർ ലെൻസ് ആണ്. മുകളിൽ ഇതിനും 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലീഫ് സ്പ്രിങ് സസ്പെൻഷനാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ലീഫ് സ്പ്രിങ് കാണാം. ഈ വീലിൻ്റെ സൈസ് 16 ഇഞ്ചാണ്. കാറുകളുടെ പോലെ ചെറിയ ഒരു വീലാണ്. എനിക്ക് തോന്നുന്നു ട്രാവലറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രപ്പോർഷൻ കളയാൻ വേണ്ടിയിട്ട് പിന്നിൽ അവർ ഒരു സ്പെയർ വീലൊക്കെ വയ്ക്കും ആളുകൾ പണിതിട്ട്. അത് കമ്പനി കൊടുക്കുന്നതല്ല കേട്ടോ, അത് വൃത്തികേടാണ്, എനിക്കത് ഇഷ്ടമില്ല. ഈ ഹൈ റൂഫിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ആയിട്ട്. പിന്നെ താഴത്തെ ബമ്പർ കേട്ടോ. ഓക്കെ, സാധാ ട്രാവലറിൻ്റെ ഒരു T വേണമെന്നാണ് പറയുക. ഇത് T2 ആണ്. T2 4020 വീൽ ബേസാണ് പറയുന്നത്. വീൽ ബേസ് എന്ന് പറയുമ്പോൾ ഒരു വീല് മുന്നേ ആ വീൽ വരെയുള്ള ആ ഒരു അളവ് അറിയാലോ. ഓക്കെ, ഇതിന് പവർ എന്ന് പറയുന്നത് 114 HP ആണ്. ടോർക്ക് 350 Nm ടോർക്കുണ്ട്. G32 എന്ന് പറയുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണിത്. ഓക്കെ, 5 സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു കോളറുണ്ട് റിവേഴ്സിന്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രം ഡിസ്ക് ബ്രേക്ക് കോമ്പിനേഷനാണ്. പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് റിയർ വീലിലാണ്, അതും പറയേണ്ട കാര്യമുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്നത് ബാക്ക് വീലിലാണ്, പ്രോപ്പർ ഷാഫ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ലോറിയും ബസ്സൊക്കെ പോലെ 70 ലിറ്ററോളം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുള്ള വണ്ടിയാണ്. അങ്ങനെ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിന് ടെലസ്കോപ്പിക് അല്ലെങ്കിൽ ഡബിൾ ആക്ടിങ് ഫ്രണ്ട് ആൻഡ് ഷോക്ക് അബ്സോർവർ ഉണ്ട്. സെമി ഇലക്ട്രിക്കലാണ് ഇതിൻ്റെ ലീഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ മോണോക്കോക്കിൻ്റെ ഒരു ബിൽഡ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഷാസി അല്ലെങ്കിൽ ആ ഒരു ബോഡി വെച്ചാൽ അല്ലാതെ മനസ്സിലായില്ലേ. ഇനി ഈ സ്റ്റീൽ വീലും അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈലൊക്കെ അല്ല കാണേണ്ടത്. ബാക്ക് തുറക്കാട്ടോ. ഈ ബാക്ക് തുറക്കാൻ എളുപ്പമാട്ടോ. ബാക്ക് തുറക്കാൻ എളുപ്പമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഹാൻഡിൽ പിടിച്ച് തുറന്നാൽ മതി സാധാരണ പോലെ. ഇവിടെ ഗൂർക്കെ കാണുന്ന പോലെ തന്നെ ഒരു ജാക്ക് കൂടെ വെച്ചിട്ടുണ്ട്. ഈ ജാക്കിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് ആയതുകൊണ്ടും പിന്നിലായിട്ടുള്ള ആ ഒരു പൊസിഷൻ. ഈ ഡോറുകളെ ഇങ്ങനെ തുറന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവും. വലിയ വണ്ടിയാട്ടോ. 2+2 സീറ്റ്സാണ്. ആ വലിയ സീറ്റില്ല, എമർജൻസി എക്സിറ്റ് കാണാം. ഓക്കെ, എക്സിറ്റ് ആവശ്യമാണ്. ഇവിടെ AC വെൻറ്റുകളൊക്കെ ഉണ്ട്. AC വെൻറ്റുകൾ മാത്രമല്ല, അവിടെ നമുക്ക് ആ ഒരു റാക്കുകളൊക്കെ കാണാം. AC യൂണിറ്റ് കാണാം, ലൈറ്റ്സ് കാണാം. ഓക്കെ, ഇതുവഴി അല്ലല്ലോ കയറേണ്ടത്. ഇത് അടച്ച് നമുക്ക് അപ്പുറത്തോട്ട് കയറാം. ഡോറില്ല എന്നല്ല, ഒരു ഡോറേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ആ വിൻഡോ നമുക്ക് നീക്കാൻ പറ്റും. AC ഇടാതെ ഓടിക്കുമ്പോഴേ. പിന്നെ ഈ 2 കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി,
ഇവിടെ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിലൊക്കെ ചവിട്ടി കയറാന്ന് പറയുന്നത് ഫ്രണ്ട് സീറ്റ് മടക്കി കയറാം. അങ്ങനെ കയറുമ്പോൾ നമുക്കിവിടെ ഒരു ഡോർ പാഡൊക്കെ കാണാം. വണ്ടി ഓണാണ്. ആ എൻജിൻ നോട്ട് കിട്ടില്ലേ ഡീസലിൻ്റെ, ഇതാണ് ഇതിൻ്റെ കോക്പിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റ്. അവിടേക്ക് വരാം. ഓക്കെ, ഈ റാക്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റും? റാക്കിൽ നമുക്ക് സ്പേസ് ഉണ്ട് അത്യാവശ്യത്തിന്. ഇവിടെ എന്തൊക്കെ യൂണിറ്റുകളൊക്കെ കാണാനുണ്ട്. ഓക്കെ, പിന്നെ സീറ്റുകളെന്ന് പറയുന്നത് ടു സീറ്റ്സാണ്. റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ ഈ വണ്ടിക്കില്ല. അത് നമുക്ക് അർബാന വേണം. ഓക്കെ, ഇതിന് റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല. സംഭവം AC വേണ്ടി നമ്മുടെ മേത്തിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ സുഖമായിട്ടിരിക്കാം. ഈ സീറ്റിന് റിക്ലൈനിങ് ഇല്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോഡലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. കീ എന്ന് പറയുന്നത് വണ്ടി ഓണായതുകൊണ്ട് കേട്ടോ, ഒന്നും ചെയ്യാല്ല അതിനകത്ത്. പിന്നെ ഹാൻഡിലൊക്കെ കാണാം. ഓക്കെ, ഫിക്സഡ് സീറ്റാണ്. സെമി കംഫർട്ടബിൾ സീറ്റ് എന്ന് പറയുമ്പോൾ തൈ സപ്പോർട്ടിന് കുറവുണ്ട്. ഓക്കെ, ഇതൊക്കെ വാങ്ങുന്ന ആളുകൾ ആദ്യം ചെയ്യുന്ന സീറ്റൊക്കെ മാറ്റാനുള്ളത്. അപ്പോൾ ഒരു പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീലൊക്കെ കാണാം. പിന്നെ കേട്ടോ മൊത്തത്തിൽ നല്ല ബിൽഡാണ് എന്ന് പറയാം. ഇവിടെ ഒരു ഫാബ്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിൽക്കുമ്പോൾ തലേന്നും മുട്ടില്ല. ശരിക്കും ഉയരമുണ്ട് കേട്ടോ, ശരിക്കും ഉയരമുണ്ട്. KC യൂണിറ്റാണ്. ഓക്കെ, വലിയ ഉയരമില്ല കയറാനായിട്ട്, ചവിട്ടി കയറാൻ സുഖമാണ്. പിന്നെ ഇതാ ഇവിടെ ആ ഒരു സ്കൂൾ ബസ്സിന് സാമ്യമുള്ള സംഭവം കാണാം, അല്ലെങ്കിൽ ഒരു ചെറിയ റെയിൽ പോലെ കാണാം. നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ തെറിച്ചു പോകില്ല, അതിന് വേണ്ടിയിട്ടാണ്. സീറ്റ് ബെൽറ്റ് ഉണ്ട് ഫ്രണ്ട് പാസഞ്ചർ സീറ്റിന്. ഇതാണ് ആ സീറ്റ് എന്ന് പറയുന്നത്. ഈ സീറ്റ് നമുക്കിങ്ങനെ എടുത്തും കിട്ടാം. ലോക്ക് ഉണ്ട് ഇവിടെ കേട്ടോ, ആ ലോക്ക് മാറ്റം ഇടാനായിട്ട്. ഈ പാസഞ്ചർ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഇല്ല അല്ലേ? ഒരു ഹെഡ് റെസ്റ്റ് വേണ്ടതായിരുന്നു. ഓക്കെ, ഇനി ഡ്രൈവർ സീറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത്. അടച്ചു വെക്കാവുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് ഇവിടെ. ചെറിയ ഒരു AC വെൻ്റ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ കാറ്റ് വരുന്നില്ല. അതൊരു ഫേക്ക് വെൻ്റാണ്. ഇവിടെ പിടിക്കാനുള്ളൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആ മിറർ വലുതാണ്. ലൈറ്റൊക്കെ കാണാം. ഇതാ അവിടെ ഒരു കുഞ്ഞു ലൈറ്റുണ്ട്. കാറിൻ്റെ പോലെ ചെറിയ വീലാട്ടോ, 16 ചെയ്യും. അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇടയിൽ കൂടെ കാണാം കേട്ടോ, കാലിപ്പുറമൊക്കെ ഡിസ്ക് കാണാം കേട്ടോ. ഇവിടെ ലീഫും അല്ലെങ്കിൽ മോണോക്കോവിൻ്റെ ഒരു ബിൽഡും നന്നായി കാണുന്നില്ലേ കേട്ടോ. 2.6 CR ട്രാവലറിൻ്റെ ഫേവറേറ്റ് എഞ്ചിൻ്റെ ഇരട്ട ചങ്ങെന്ന് പറയുമ്പോൾ ഇരട്ട മിററാണ്. താഴത്തെ കാര്യങ്ങൾ കാണാനും വലിയ മിററാണ്. പിന്നെ ഒരു കോട്ട് ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് കയറാനോ? അത് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെയും ആ സ്റ്റെപ്പ് കാണാം, പഴയ ഫോൺ ഓർസോൻ്റെ പോലെ. ഇതേ സ്റ്റോറേജ് സ്പേസ്, മാപ്പ് പോക്കറ്റും, കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ബോട്ട് ഹോൾഡർ കാണാം. ടോട്ടൽ പോയ വയറാണ്. ബ്രേക്ക് പെഡലുണ്ട്, ഡെഡ് പെഡലില്ല. ഇതാണ് കീ എന്ന് പറയുന്നത്. സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് 3 ഹൈറ്റ് കൂട്ടാം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫയർ ഡിസ്റ്റിങ്യൂഷൻ ഉണ്ട് കണ്ടോ. ഇവിടെ ഫയർ എക്സ്റ്റിങ്യൂഷൻ ഉണ്ട്, കെമിക്കൽ പൗഡറാണ്. ഓക്കെ, പിന്നെ ഒരു മാറ്റിൻ്റെ ഒരു ഫീലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. മാറ്റ് അല്ല അത്. ഓക്കെ, ഈ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണേ. സൈഡും അല്ലെങ്കിൽ ബാക്കും ഫ്രണ്ടും ഹൈറ്റിനെ ഒരേപോലെ പൊക്കാളാണ്. ഇത് റിക്ലൈനിങ്. ഇത് കുഞ്ഞേ ഗിയർ ലിവറാണ്. ഈ ഗിയർ ലിവറിൻ്റെ കോലം കണ്ടോ, ചെറിയ ഗിയർ ലിവർ അല്ലേ. ഇതിൽ 5 സ്പീഡാണ്. ഇതിൻ്റെ റിവേഴ്സ് എന്ന് പറയുന്നത് കോളർ താഴത്തെയാണ്. പിന്നെ ഇവിടെ പാർക്ക് ബ്രേക്ക് ഉണ്ട്. സാധാരണ ഇവിടുന്നാണ് ഗിയർ വന്നിരുന്നത് ആദ്യത്തെ ട്രാവലറിൻ്റെ. പിന്നെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. ഓക്കെ, ഈ സ്റ്റിയറിംഗ് വീലും ഈ മീറ്റർ ലെസ്റ്റും. ഇതിനകത്ത് എന്താ സ്പീഡോ ടാക്കോ, പിന്നെ ചെറിയൊരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേയുടെ അകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് ക്ലോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓടോ, ട്രിപ്പ് A ട്രിപ്പ് B. ഓക്കെ, വളരെ ചെറുതാണ്, എന്നാലും DPFൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, DPFൻ്റെ കാര്യമല്ലോ, അത് എയറല്ലേ? അതെ. ഓക്കെ, പിന്നെ ഈ സ്റ്റിയറിംഗിൻ്റെ ഒരു കോലം നോക്കി, കൂർക്കയുടെ സ്റ്റിയറിംഗ് അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ക്രോം ഉണ്ടായിരുന്നു, നല്ല അല്ലേ? ചെയ്യാം നമുക്ക്, കുഴപ്പമില്ല. ഈ AC യൂണിറ്റ് കണ്ടോ, ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഉണ്ടോ? എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, ഇത് ഇതിനകത്തുള്ളത് തന്നെയാണ്. അതായത് ഫാക്ടറി വരുന്നതാണ്. ഇതിന് ഇൻഫാക്ട് AC മോഡൽ മാത്രമേ ഉള്ളൂ. താഴെ സ്വിച്ചുകൾ, ഇത് DPF റീജനറേഷനാണ്. സ്വിച്ചുകൾ കാണാം. ഇത് ഫോഗ് ലാമ്പ്, ഇത് ഹസാർഡ് ലൈറ്റ്. ഓക്കെ, ഇനി എമർജൻസി, അത് നമ്മൾ ആർട്ടിനൊക്കെ വിളിക്കണമെങ്കിലേ. പിന്നെ എഞ്ചിൻ റൂം ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഗിയർ ബോക്സ് ഇവിടെയാണ്. ആ ഗിയർ ബോക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കേബിൾ ഓപ്പറേറ്റർ ഗിയർ ബോക്സാണ്. സീറ്റിൻ്റെ ഒരു ലിവർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാറുകളുടെ പോലെ ഇവിടെ ആ ഒരു സംഗതി കാണാനുണ്ട്. എന്താ പറയുക സൺവൈസർ. ഓക്കെ, ഈ ബീപ്പ് ഉണ്ടല്ലോ, അതെന്താ മനസ്സിലായില്ല. ഓക്കെ, അത് നമുക്ക് മറക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 25 സീറ്റ് വണ്ടി ഓടിക്കണം തോന്നാൻ കാരണം വേറെ ഒന്നല്ല. ഈ വണ്ടികൾ നമ്മൾ നാട്ടിൽ കുറേ കണ്ടിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു കൗതുകം കണ്ടിട്ടുണ്ട്. ഇത് വലിയ വണ്ടി, ബസ് പോലെ വലിയ ചക്രങ്ങളും അല്ലെങ്കിൽ വലിയ വലിപ്പമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടിക്കാൻ എങ്ങനെ ഇരിക്കുന്നുള്ള കൗതുകം ഉണ്ടാവും. നിങ്ങൾക്ക് ആ കൗതുകമില്ലേ? ഈ കൗതുകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു കാർ ഓടിക്കുന്ന പോലെ ഉള്ളൂ. വലിയ എഫേർട്ടൊന്നും ഇല്ല ഓടിക്കാനായിട്ട്. സിമ്പിളാണ്. ഞാൻ പറഞ്ഞത് ഒരു i20 Enlime ഉണ്ട്. അതും ഇതും ഓടിക്കാൻ ഏതാ സുഖം വെച്ചാൽ ഇതെന്ന് പറയും. അതിശക്തിയില്ല, ഭയങ്കര ഈസിയാണ് ഓടിക്കാനായിട്ട്. ഈവൻ ഗൂർക്കിയേക്കാളൊക്കെ സുഖമാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. 25 സീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ 5 സീറ്റും കൂടി ഉണ്ടെന്നുള്ളൂ. ഇത് 2+2 സീറ്റ് വെച്ചിട്ട് 19 സീറ്റർ. അതാണ് എൻ്റെ പോയിന്റ്. വലിയ വണ്ടിയാണ്. 40-20 വീൽ ബേസ് ആണ്. ഇതിൻ്റെ നീളവും അല്ലെങ്കിൽ വീതിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഒരു മിനി ബസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി. മിനി ബസ് പോലെ എന്നാ പറയാൻ പറ്റുള്ളൂ, മിനി ബസ് ഞാൻ പറയുന്നില്ല. AC കുറച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാരണം ഹൈലിട്ടൊക്കെയാണ്, നട്ടുച്ചയാണ്. അതായത് നമ്മുടെ ക്യാമറയൊക്കെ പറഞ്ഞു ചൂടായി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ AC ഫുള്ളാക്കിയിട്ടാണ്. അതൊന്ന് ബെയർ ചെയ്യുക, വേറെ നിവർത്തിയില്ല. ഗിയർ ഷിഫ്റ്റ് കേബിളായതുകൊണ്ട് ഒരു കാറിൻ്റെ ഷിഫ്റ്റർ പോലെ ഉണ്ട്, ഒരു ഇത്തിരി നോച്ചിയായിട്ടുള്ള ഒരു കാർ ഷിഫ്റ്റർ, അതുപോലുള്ളൊരു ഫീലാണ്. അതായത് ഈസിയാണ് ഞാൻ പറയുന്നത്. എഫേർട്ട് തീരെ ഇല്ലാത്തൊരു ഒരു സുഖമുള്ള പരിപാടിയാണ് ഇത് ഓടിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഈ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവർക്ക് ഫാറ്റിഗ് ഇല്ലാത്ത AC ഇട്ട് തണുപ്പായിട്ട് ഓടിക്കാവുന്നൊരു വണ്ടി. ഒരു വലിയ വണ്ടി, ഒരു വലിയ ചെറിയ വണ്ടി എന്ന് പറയാം.
ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ട്രാവലർ എന്നല്ലേ. അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള വണ്ടി, അതാണ് എൻ്റെ പോയിന്റ്. ഇത് ഡ്രൈവർക്കും കൊള്ളാം, ഓടിക്കുന്നവർക്കും കൊള്ളാം, യാത്ര ചെയ്യുന്നവർക്കും കൊള്ളാം എന്നൊക്കെ പറയില്ലേ. ഡ്രൈവർ ഓടിക്കുന്നതൊക്കെ ഒന്നാണല്ലേ. ഓക്കെ, അപ്പോൾ ട്രാവലറിൻ്റെ ഏറെക്കുറെ എല്ലാ മോഡലും നമ്മൾ ഓടിച്ചിട്ടുണ്ടല്ലേ. അർബാനെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, നമ്മൾ ട്രാവലറിൻ്റെ ചെറിയ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ സുഖമാണിത്. ഇതിന് ഷിഫ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പെഡൽസ് ആണെങ്കിലും ക്ലച്ചിൻ്റെ ലൈറ്റ്നസ് ആണെങ്കിലും ഒക്കെ ടേൺ ചെയ്യാനുള്ള ഒരു എളുപ്പമാണെങ്കിലും ജിമ്മിനേക്കാൾ കുറച്ചും കൂടെ ടേൺ റേഡിയസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ വലിപ്പത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ തിരിക്കാനായിട്ടേ. പിന്നെ 6 വീൽ എന്ന് പറയുന്നത് ആളെ ലോഡ് കയറുമ്പോൾ കംഫർട്ടായിട്ട് ഓടിക്കാനാണ്. അപ്പോൾ ലീസിങ്ങുള്ള വണ്ടിക്ക് എങ്ങനെയാണ് കംഫർട്ട് വെച്ചാൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് ഫോർ ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ്. ബസ്സിനൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ബ്രേക്കിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട്. കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക്കാണ് ഫ്രണ്ടിൽ, ബാക്കിൽ ഡ്രം ആണെങ്കിലും ബ്രേക്ക് ചവിട്ടി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഈ 2.6 എന്ന് പറയുന്ന ഈ CR എഞ്ചിൻ എന്ന് പറയുന്നത്, കോമൺ ഓയിൽ എഞ്ചിൻ എന്ന് പറയുന്നത്, ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല റിലയബിൾ ആണ്. ഓക്കെ, ഗൂർക്കയിലാണെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളൊക്കെ അറിയാം. ഗൂർക്കയിൽ പറയാൻ കാരണം ഗൂർക്ക 4x4x4 അല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുക, വണ്ടിയുടെ ഒരു പ്രത്യേകതയുള്ള വണ്ടിയിലൊക്കെ നമ്മൾ ആ ഗിയർ ബോക്സ് കാണുന്നുണ്ട്. അത് ഈ ഒരു വണ്ടിയിൽ കാണുമ്പോൾ ഇത് എല്ലാ വണ്ടിക്കും ഗിയർ ബോക്സ് ഒന്നാണ്, എല്ലാ വണ്ടിക്കും എഞ്ചിൻ ഒന്നാണ് എന്നുള്ളത് ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ ഫോഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു സാധനം നല്ലതാണ്, അത് വെച്ച് കുറേ വണ്ടികൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഉണ്ടാക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ. അപ്പോൾ നമുക്കാണെങ്കിലും എന്താ വേണ്ടത്, റിലയബിൾ ആയിരിക്കണം. ഇത് ലോങ് എല്ലാം ഓടണം, കിലോമീറ്റേഴ്സ് ഓടണം. ഇപ്പോൾ ട്രിപ്പൊക്കെ എടുത്ത് പോകുമ്പോഴേ ആ ഒരു ഓട്ടത്തിനൊക്കെ ഇത് ബെസ്റ്റാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പോലെയാണ് എൻ്റെ ഒരു ഫീൽ. അത് വണ്ടി ഇങ്ങനെ കിടന്ന് കുണുങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കും. നല്ല രസം ഓടിക്കാനായിട്ട്, നല്ല ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോഴുള്ള എല്ലാ എഫേർട്ടില്ലായ്മ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. തീർത്തും നൈസായിട്ടുള്ളൊരു കാറ് പോലുള്ളൊരു വണ്ടിയാണ് ട്രാവലർ അല്ലേ. കലോട്ടെ കാല് കൊടുത്തുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. 80 കിലോമീറ്റർ ലിമിറ്റാണ്. പക്ഷേ ആ 80 വേഗം എത്തുന്നുണ്ട്. ഇതിനൊരു ഈക്കോ മോഡലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പവർ മോഡാകട്ടെ. അപ്പോൾ ഒന്നും കൂടി കുതിച്ചു. ആഹാ, അയ്യോ വണ്ടി ട്രാൻസ്ഫോം ആയി. 2 മോഡുണ്ട്. ഇതിപ്പോൾ ഇന്നോവയുടെ മോഡ് മാറണ പോലെ, ഇന്നോവയുടെ മോഡ് മാറ്റുമ്പോൾ ഇന്നോവ കുതിക്കും. ആ ഒരു കുതിപ്പ് ഈ ഒരു വണ്ടിക്കുണ്ട്. അതായത് മോഡ് മാറുമ്പോൾ അറിയുന്ന വണ്ടിയാണ് ട്രാവലറിൻ്റെ ഈ ഒരു മോഡൽ. അല്ലെങ്കിൽ ട്രാവലറൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈക്കോ മോഡിലിട്ട മൈലേജ്, പവർ മോഡിലിട്ട പവർ എന്ന് പറയില്ലേ, ഇതിപ്പോൾ പവർ മോഡാണ്. പവർ മോഡിൽ വണ്ടി കാലെടുത്താൽ കുതിക്കുന്നുണ്ട്. നൈസ്. അപ്പോൾ പറഞ്ഞു വന്നത് വളരെ സിമ്പിളാണ്. ഒരു ട്രാവൽസ് ആൻഡ് ടൂർസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് നിങ്ങളുടെ ഒരു മേഖലയെങ്കിൽ, നിങ്ങൾക്കൊരു വലിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ട്, എന്നാൽ ബസ്സുകളിലേക്ക് എത്താറായിട്ടില്ല എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ചോയ്സാണ്. 19 സീറ്റർ ആകുമ്പോൾ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. 23.40 ലക്ഷം എക്സ്-ഷോറൂം പ്രൈസ് വരുമ്പോൾ ഓക്കെ, ടാക്സൊക്കെ നിങ്ങൾ കൂട്ടിക്കോ. എന്തായാലും ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസലിലേക്ക് 25 സീറ്ററിൻ്റെ ഒരു മോഡൽ കൊണ്ടുവരാനുള്ളതാണ് ഫോഴ്സുകാർ ചെയ്തേക്കുന്നത്. ചില ആളുകളെങ്കിലും ഇത് വാങ്ങിയിട്ട് 19 സീറ്റ് ടാക്സൊക്കെ അടച്ചിട്ട് 20 സീറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഗുണമില്ല. കാരണം ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണമില്ല. എന്തായാലും ഇപ്പോൾ ശബരിമല ട്രിപ്പൊക്കെ ഇടുന്ന വണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾക്ക് ഈ 19 സീറ്റ് ഫില്ലായിട്ടിരുന്നാലും ബാക്കിൽ ഇഷ്ടംപോലെ ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം. ലഗേജ് സ്പേസ് ഇഷ്ടംപോലെ ഉള്ളൊരു വണ്ടിയാണ്. സ്ഥലമുണ്ട്, നിൽക്കാം. 2 സീറ്റാണ്. സാധാ ട്രാവലർ 1 2 ആണ്. ഇത് 2 സീറ്റാണ്. അപ്പോൾ ഇടയിൽ കൂടെ നടക്കാൻ സ്ഥലമുണ്ട്, നിൽക്കാൻ സ്ഥലമുണ്ട്, ഇരിക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ, ഇതൊരു സ്പേസ് ഷിപ്പാണ്. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലമുള്ളൊരു കപ്പൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി. ഈ വലിയ വണ്ടികൾ ഓടിക്കാൻ ചെറിയ വണ്ടികൾ പോലെ തോന്നുന്ന കാരണം അറിയും. അതിന് ഈ കൺട്രോൾസിൻ്റെ ലൈറ്റ്നസ് ആണ്. ഒന്ന് ക്ലച്ച്, പിന്നെ ഈ സ്റ്റിയറിങ്, പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖം. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം വലിയ വണ്ടിയാണ്. നമ്മൾ നീളം നോക്കിയിട്ട് വേണം ഇത് തിരിക്കാനും വളയ്ക്കാനൊക്കെ. അല്ലെങ്കിൽ പണി കിട്ടും പറഞ്ഞാൽ അപ്പുറത്തെ വണ്ടി ചാരി കൊണ്ട് വരും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്ലച്ച് ഭയങ്കര നെർവസാന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ താങ്ങി ഓടിച്ചാൽ ക്ലച്ച് പോകുന്ന കേട്ടിട്ടുണ്ട്. അത് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടാണ്. ഒരുപാട് ശരിയായിരിക്കും. എന്തായാലും ക്ലച്ച് താങ്ങാതിരിക്കാനുണ്ട്, താങ്ങാതിരിക്കുക, അത്രേ ഉള്ളൂ കാര്യം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രാവലറിൻ്റെ കാര്യം പറയുന്നത്. ട്രാവലർ പുതിയ വണ്ടിയൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന വണ്ടി. പക്ഷേ ഇതിൻ്റെ ഓരോരോ മോഡൽ വരുമ്പോഴും വീൽ ബേസിൻ്റെ നമ്പേഴ്സ് ഇട്ട് അവർ അതിനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യും. 40-20 ഒന്ന് ഈ ഒരു വീലിൻ്റെ കൊണ്ട് ആ വീൽ വേണ്ട ഗ്യാപ്പാണ് 40-20 ആണോ. ഇത് ഉറക്കടച്ചാൽ അടയില്ല, പക്ഷേ വളരെ മെല്ലെ അടച്ചാൽ അടയും ചെയ്യും. അതൊരു ക്ലെവറായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ കാര്യം. ഇതാണ് നമ്മുടെ ട്രാവലർ 40-20 WB 40-20.